നമസ്കാരം. രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. സന്ദേശ് ഖാലി എന്ന വാക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിയുടെ ഭരണത്തിൽ ബംഗാളിൽ നടക്കുന്ന ഭീകരമായിട്ടുള്ള ഹിന്ദുവേട്ടയുടെ കഥകൾ, ആ ഹിന്ദുവേട്ടയുടെ കഥകൾ ഓരോന്നായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങ് ബംഗാളിൽ നിന്നും. കയ്യിൽ മുളവടിയും ചൂലുമായി റോഡിലിറങ്ങിയ പാവപ്പെട്ട ഹിന്ദു സ്ത്രീകൾ ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അത്തരത്തിലൊരു ആവശ്യപ്പെടൽ അവിടെ നടക്കുന്നു. ഷെയ്ഖ് ഷാജഹാനും അയാളുടെ കൂട്ടാളികളായിട്ടുള്ള ഉത്തം സർദാർ, ശിബ പ്രസാദ് ഹസ്ര എന്നിവരും ചേർന്ന് കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ പറയുന്ന സ്ത്രീകളെ ലൈംഗിക അടിമകളായി വച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, അതും പശ്ചിമ ബംഗാളിൽ, തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മറവിൽ അതിൻ്റെ ലോക്കൽ നേതാക്കൾ അവർ കൂട്ട ബലാത്സംഗങ്ങൾ നടത്തുകയായിരുന്നു എന്നാണ് ഈ സ്ത്രീകൾ തന്നെ പറയുന്നത്. ഇപ്പോൾ ഇത് വെളിയിൽ വരുന്ന ചില വാർത്തകളാണ്, വസ്തുതകളാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അപ്പോൾ അതുപോലെ മലയാള മാധ്യമങ്ങൾ ഈ വിഷയത്തിലും പലപ്പോഴും സ്വീകരിക്കുന്ന പോലുള്ള ഒട്ടകപക്ഷി നയം തന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. എവിടെയാണ് ഈ സന്ദേശ് ഖാലി? എന്താണ് അവിടെ നടക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് ഈ ഷെയ്ഖ് ഷാജഹാൻ? ഈ വിഷയത്തിലൊക്കെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു പഠനം അത് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നേർക്കാഴ്ച കാണുമല്ലോ. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള സംവാദങ്ങളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച് പലപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. സംഭവവികാസങ്ങളെ അടുത്തറിയേണ്ടതുണ്ട്. ഒരു പാർട്ടിയും ഒരു പാർട്ടിയെ നയിക്കുന്ന പ്രവർത്തകരും അണികളുമൊക്കെ ചേർന്നും കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. പശ്ചിമ ബംഗാൾ പോലുള്ള ഒരു സംസ്ഥാനത്ത് കമ്മ്യൂണിസം തകർന്നടിഞ്ഞപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഒരു സ്ത്രീയുടെ ശക്തിയിൽ ഭരണത്തിലേറുകയും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ മമതാ ബാനർജിക്ക് ഇതെന്ത് സംഭവിച്ചു? സന്ദേശ് ഖാലി എന്ന് പറയപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഇന്നും ആരും ഓർക്കുന്നില്ല എങ്കിൽ, അറിയുന്നില്ല എങ്കിൽ അതിനർത്ഥം ഹിന്ദുവേട്ട എന്ന് പറയപ്പെടുന്നത് പശ്ചിമ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസത്തെ കാണാൻ ശ്രമിക്കുന്നില്ല ഇവിടുത്തെ മാധ്യമങ്ങളെന്ന് പറയേണ്ടി വരും. മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള ചിറ്റമ്മ നയങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പുകൾ, പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങളൊക്കെ നടത്തേണ്ട കാലം അതിക്രമിച്ചു എന്നുകൂടി പറയേണ്ടി വരുന്നു. രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ പങ്കുവയ്ക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആധാരമെന്ന് പറയപ്പെടുന്നത് ഹിന്ദുവേട്ടയെ അധികരിച്ചുകൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ ഹിന്ദുവേട്ടയെക്കുറിച്ച് വളരെ കൃത്യമായി പറയാൻ ശ്രമിക്കുമ്പോഴും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രം മലയാളികൾ തിരിച്ചറിയേണ്ടതല്ല ആ ഹിന്ദുവേട്ട എന്ന് കൂടി പറയട്ടെ. കാരണം പശ്ചിമ ബംഗാളിൽ ഭരണം നടത്തുന്ന മമതാ ബാനർജി എന്ന് പറയപ്പെടുന്ന സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകളെ സംരക്ഷിക്കാൻ കഴിയാതായി പോകുന്നത്? തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ളവർ ചേർന്ന് കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടത്തിവരുന്ന ബലാത്സംഗങ്ങളടക്കം, അക്രമങ്ങളടക്കം, ലൈംഗിക അടിമകളെ ഉപയോഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്താൻ മമതാ ബാനർജിക്ക് കഴിയുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമാവുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട ബാധ്യത സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മുഖ്യമന്ത്രിക്കാണ്. മമതാ ബാനർജി അതിന് ഉത്തരം കൊടുത്തു തന്നെയാകണം. ഹിന്ദുക്കളെ നടുറോഡിൽ വേട്ടയാടുന്ന തരത്തിലേക്കുള്ള ഒരു യാത്ര നടത്തുന്നത് ഒരിക്കലും ഭൂഷണമല്ല ഈ പറയുന്ന മമതാ ബാനർജിക്ക് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. സ്ത്രീകളെ ലൈംഗിക അടിമകളായി ഉപയോഗിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക, നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അവർക്കെതിരെ ശക്തമായ താക്കീത് നൽകുക എന്നതാണ് സ്ത്രീ സുരക്ഷയെ ബഹുമാനിക്കുന്ന സ്ത്രീകളുടെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി നടപ്പിലാക്കേണ്ടത്.